ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ആ വലിയ സത്യം നമ്മുടെ അനുപമ സുശീലയുടെ വായിൽ നിന്ന് തന്നെ അറിയുകയാണ്. അതറിഞ്ഞ ഞെട്ടലാണ് കേട്ടോ അനുപമ, മറ്റൊന്നുമല്ല. സോനയും സുശീലയും അതേപോലെ തന്നെ നമ്മുടെ സത്യനും പ്രതിഭയും എല്ലാവരും കൂടെ ഉമ്മറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. ഇൻഷുറൻസിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സത്യന് പുറത്തേക്ക് പോകണം. അപ്പോൾ ട്രാവൽസിൻ്റെ കാര്യമായതുകൊണ്ട് ശ്യാമിനെ അയച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, അതെന്തായാലും ശരിയാവില്ല, ഞാൻ തന്നെ പോവാം. പിന്നെ ഇത് 2-3 വർഷം മുന്നേ ഉള്ളതാണ്, അന്ന് ഞാനായിരുന്നല്ലോ നോക്കി നടത്തിയിരുന്നത്. പിന്നെ എനിക്കിതൊക്കെ പോയി നല്ല പരിചയമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാൽ പിന്നെ ശ്യാമിനെയും കൂടെ കൂട്ടിപ്പോക്കൂടെ എന്ന് പ്രതിഭ ചോദിക്കുകയാണ് സത്യനോട്. അപ്പോൾ സത്യം പറയുന്നുണ്ട്, എടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു വക്കീലുണ്ട്, അങ്ങേരെ ഏൽപ്പിച്ചാൽ മതിയേ, അത്രയ്ക്കേ ഉള്ളൂ, അങ്ങേരെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് താൻ പോകുന്നതെന്ന് പറയാം കേട്ടോ. അതോടെ കേട്ടപ്പം നമ്മുടെ സോന പ്രതിഭയുടെ അടുത്ത് വന്ന് പറയാണ്, നീ എൻ്റെ പ്രതിഭേനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, സത്യേട്ടന് ഇങ്ങനെയൊക്കെ പോയി നല്ല ശീലമുള്ളതല്ലേ, ശ്യാമേട്ടനായിരുന്നെങ്കിൽ എനിക്ക് പേടിയായേനെ. അത് കേട്ടതും സുശീല പറഞ്ഞു, അവനായിരുന്നെങ്കിലേ പേടിക്കണമല്ലോ, അവിടെ വല്ല മദാമേനെയും കണ്ടാലേ അവളുമാരുടെ പിറകെ പോവില്ലേ അവനെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും സോന ദേഷ്യപ്പെടുത്തേ, അമ്മേ ചുമ്മാ എൻ്റെ വായിലിരിക്കുന്ന ഓരോന്ന് കേൾപ്പിക്കല്ലേ എന്ന് പറയാൻ കേട്ടോ. ഉടനെ തന്നെ നമ്മുടെ സത്യം പറഞ്ഞു, പോട്ടടി സോനെ, ശ്യാം ഇതുപോലെ ഇടയ്ക്ക് അമ്മയ്ക്കിട്ട് ഓരോ കൗണ്ടർ അടിക്കുന്നതല്ലേ, നീ ഇത് അതിൽ കുറച്ചോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ പിന്നെ സോന മുഖം കറപ്പിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം സത്യനാവട്ടെ പ്രതിഭയും കൂട്ടി അകത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ പോകുന്നതിന് മുന്നേ തന്നെ സത്യൻ സോനയോട് പറയുന്നുണ്ട് കേട്ടോ, എടി സോന, നിനക്ക് ഏടത്തിയായിട്ടുള്ള ആ പരിഭവമില്ലേ, അതങ്ങ് മറന്നേക്ക് കേട്ടോ, നീ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതേ അത്ര നല്ലതിനല്ല, അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സത്യം പ്രതിഭയും കൂട്ടി അകത്തേക്ക് പോയി. അത് കഴിഞ്ഞതും നമ്മുടെ സോന മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, എന്താടി നീ നിനക്ക് ഇതുവരെ അനുവിനോടുള്ള പരാതി തീർന്നില്ലേന്ന്? ഇക്കാര്യത്തിൽ അമ്മ എന്തിനാ ഏടത്തിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നേ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തതേ ഈ വീടിൻ്റെ മേലധികാരി അവരെന്നൊരു വിചാരം അവർക്കുണ്ടെന്ന് പറയാം കേട്ടോ സോന. ഈ സമയത്ത് നമ്മുടെ അനുപമ ജനലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. തന്നെക്കുറിച്ചാണ് സംസാരം എന്ന് അറിഞ്ഞ ഉടനെ അനുപമ അവിടെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സോന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇക്കണക്കിന് പോയാലേ ഏടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വല്ലതും ആയിക്കഴിഞ്ഞാലേ നിലത്തൊന്നും ആയിരിക്കില്ല, പിന്നെ ഇവിടുത്തെ ഭരണം മുഴുവൻ ഏടത്തി തന്നെ ആയിരിക്കും, അമ്മയൊന്ന് സൂക്ഷിച്ചോ എന്ന് പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ സുശീല, ഞാനെന്തിനാടി സൂക്ഷിക്കുന്നത്, നിനക്ക് അവളോടുള്ള ചൊറിച്ചിൽ എന്താണെന്ന് മനസ്സിലായി. ആ ഗ്യാസ് തുറന്നിട്ട കാര്യമല്ലേ, അതെന്തായാലും അവൾക്കൊരു അബദ്ധം പറ്റിയതാ, അവളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ, വീണ്ടും ഇപ്പം എന്തിനാ അങ്ങനെ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിക്കണ്ടോ. അപ്പോഴുള്ള ഏടത്തിൻ്റെ ഭാവമൊക്കെ അമ്മ കണ്ടതല്ലേ എന്ന് സോന പറയാം. ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലേ എനിക്കൊന്ന് ആലോചിക്കാൻ കൂടി വയ്യാന്ന് സോന പറഞ്ഞപ്പം സുശീല സോനയോട് പറയാം, എന്നാലേ നിന്നോട് ഞാനൊരു രഹസ്യം പറയാം, നീ ഇത് മറ്റാരോടും പറഞ്ഞേക്കരുത്. രഹസ്യമോ? എന്ത് രഹസ്യം? അവൾ പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ടേ ഒന്നും ആവത്തില്ല, അവൾ ഈ ഇലക്ഷന് മത്സരിക്കുക പോലും ഇല്ലയെന്ന് പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ അനുപമ നെഞ്ചത്ത് കൈവച്ച് പോവാൻ കേട്ടോ. ഈശ്വര, ഇത്രയും വലിയൊരു ചതിയാണോ ഈ സുശീല തന്നോട് ചെയ്യാൻ കാത്തിരുന്നതെന്ന്. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അവളെ മത്സരിക്കില്ലടി, അവളെ മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനും ജയിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഭരണം നടത്താനും വേണ്ടിയല്ല ഞാൻ അവളെ കൊണ്ടുനടന്നത്. പിന്നെ അമ്മ എന്തൊക്കെയായി പറയുന്നത്? അവളുടെ അനിയത്തി ദയ കാരണം ഞാൻ അനുഭവിച്ച നാണക്കേടും മാനക്കേടും അവളുടെ കുടുംബം കാരണമേ എനിക്കുണ്ടായ ചീത്തപ്പേരില്ലേ, അതിനെല്ലാം ഞാൻ അവളോട് കണക്ക് ചോദിക്കും. എങ്ങനെ? എന്നെ പോലെ തന്നെ അവളെ നാണം കെട്ട് നാറിങ്ങാട്ടെ മത്സരിക്കാനാവാതെ പുറത്താവുകടി. ഞാൻ അനുഭവിച്ച അതേ വേദന അവളെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്, അല്ലാതെ അവളെ പ്രസിഡന്റ് സ്ഥാനത്തെ അവിടെ ഇരുത്തിക്കാനൊന്നും അല്ല എന്ന് പറയാം കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ അനുഭവം ആകെ ടെൻഷനാവാണ് കേട്ടോ. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത്രയും നാളും സുശീലയുടെ കൂടെ സ്നേഹത്തോടെ നിന്ന കാര്യവും അവരൊരുമിച്ച് അമ്പലത്തിൽ പോയതും തനിക്ക് ചന്ദനം ചാർത്തി തന്നതും പുതിയൊരു അമ്മയെ പോലെ താൻ കണ്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുപമയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. അനുപമയ്ക്ക് സങ്കടം വരികയാണ്. അനുപമ റൂമിലൊരു പ്രതിമ കണക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ലൈറ്റ് പോലും ഇടാൻ മറന്ന് ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇന്ദ്രൻ വന്നതും അനുവിൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് 2-3 വട്ടം വിളിച്ചിട്ടാണ് കേട്ടോ അനു സ്വബോധത്തിലേക്ക് വന്നത്. അനു, നിനക്കിത് എന്ത് പറ്റി, എന്താ വയ്യേ എന്നൊക്കെ ചോദിച്ചിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ടോ കേട്ടോ, പനിക്കുന്നുണ്ടോന്ന്. എന്താ അനു, എന്ത് പറ്റി, എന്തേ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ, സോന എന്തെങ്കിലും പറഞ്ഞോ നിന്നെയെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അവളൊന്നും പറഞ്ഞില്ല, അവളിനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കതൊരു കുഴപ്പമല്ല. പിന്നെന്താ, അമ്മ എന്തെങ്കിലും
അത് കേട്ടതും നമ്മുടെ അനുപമ മുഖം മാറ്റി. അമ്മ ഇത്രയും ഒരു അപകടകാരിയാണെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇന്ദ്രേട്ടാന്ന് പറയാനുണ്ടോ. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, എന്താണോ എന്ത് പറ്റി, നീ ഒന്ന് തെളിച്ച് പറ. അങ്ങനെ നമ്മുടെ അനുപമ നടന്ന കാര്യങ്ങൾ, എന്താ പറയുക, സുശീലയും സോനയും കൂടി അവിടുന്ന് ചർച്ച ചെയ്ത കാര്യം, താൻ കേട്ട കാര്യം എല്ലാം ഇന്ദ്രനോട് പറയാൻ കേട്ടോ. ഇന്ദ്രേട്ടാ, ഇത്രയും വലിയൊരു ചതി, ഞാൻ ഇത്രമാത്രം സ്നേഹം കൊടുത്ത് അമ്മയെ വീണ്ടും ഒരു മനുഷ്യ സ്ത്രീയാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് നടന്നില്ല, ഞാൻ തോറ്റുപോയി. അമ്മയുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയെ സൂക്ഷിക്കണമെന്നും അമ്മ അപകടകാരിയാണെന്നും ഇന്ദ്രേട്ടൻ പറഞ്ഞിട്ട് പോലും ഞാനത് വകവെച്ചില്ല. ഞാൻ അമ്മയെ വല്ലാതെ വിശ്വസിച്ചു പോയി. കുറഞ്ഞ നാളുകളാണെങ്കിലും ഞാൻ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടതിന് എനിക്ക് കിട്ടി ഇന്ദ്രേട്ടാന്ന് പറയാം കേട്ടോ. എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇന്ദ്രന് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. ഇന്ദ്രൻ പറഞ്ഞു, അനു നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവർ വിചാരിച്ചാലൊന്നും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ മത്സരിക്കുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലെന്ന് പറയാം കേട്ടോ. അത് കേട്ടതും അനുപമ പറഞ്ഞു, ഇല്ല ഇന്ദ്രേട്ടാ, വേണ്ട, എനിക്ക് മത്സരിക്കേണ്ട, വിജയിക്കാൻ വേണ്ട. അമ്മയോട് ഇങ്ങനെ ഒരു മത്സരത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം കേട്ടോ. എന്തൊക്കെയാണോ നീ പറയുന്നത്? അതിനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. പാർട്ടിക്കാർ സമ്മതിക്കുമോ? അതൊന്നും എനിക്ക് അറിയണ്ട, എനിക്കിനി മത്സരിക്കേണ്ടെന്ന് പറയാം കേട്ടോ. ഇന്ദ്രേട്ടന് ആഗ്രഹമുണ്ടോ ഞാൻ മത്സരിക്കണമെന്ന്? എനിക്ക് നിൻ്റെ സന്തോഷമാണ് വലുത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ഇതൊരു തോൽവി പോലെ ആവില്ലേ അനു? ഇങ്ങനെയൊരു പിന്മാറിക്കഴിഞ്ഞാൽ നീ തോറ്റതുപോലെ ആവില്ലേ? ആയിക്കോട്ടെ, ഇത്രയും നാളും ഞാൻ അമ്മയെന്ന് ആത്മാർത്ഥമായിട്ട് വിളിച്ചതില്ലേ, അതുകൊണ്ട് അങ്ങനെ തോൽക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഇങ്ങനെ ഞാൻ പിന്മാറിയാലേ ഞാൻ മാത്രമല്ല, അമ്മ തന്നെയാണ് ശരിക്കും അവിടെ തോൽക്കുന്നതെന്നും അനുപമ പറയാം കേട്ടോ. അങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അനുപമ മത്സരിക്കുമോ അതോ ഇനി അനുപമ പിന്മാറുമോ, സുശീല വീണ്ടും എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കുമോ? എന്തായാലും ഞാൻ പിന്മാറുന്നതിലൂടെ അമ്മയ്ക്ക് പിന്നെ എന്നെ തോൽപ്പിക്കാനും എതിർക്കാനും ഒന്നും കഴിയാതിരിക്കുമല്ലോ. അത് തന്നെ അമ്മയ്ക്കുള്ള തിരിച്ചടിയല്ല ഇന്ദ്രേട്ടാന്നൊക്കെ അനുപമ ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സുശീലയാണെങ്കിലോ അനുപമയുടെ ആ ഒരു തകർച്ച സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്പിളി എന്തായാലും ദാസാറിൻ്റെ വീട്ടിൽ പോയിരുന്നല്ലോ. അവിടെ വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലിയർ ആയി. നമ്മുടെ രഘു കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും രഘുവിൻ്റെ കൂടെ കണ്ട പെണ്ണൊന്നും അല്ലാതെ അവിടുത്തെ ജോലിക്കാരിയുടെ സഹോദരിയും ഭർത്താവും ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ ദാസാറും ജോലിക്കാരി ശാരദയും കൂടി അമ്പിളിയെ ധരിപ്പിക്കുന്നുണ്ട്. പിന്നെ രാത്രിയായപ്പം രഘുവിൻ്റെ കൂടെയാണ് കേട്ടോ ഇവർ വരാൻ നോക്കുന്നത്. അമ്പിളി അവിടെ നിന്നൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, രഘുവും ആമയും കൂടി അങ്ങോട്ട് വരാനൊക്കെ കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് അവർ തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് ചീരു ആണെങ്കിലോ ടെൻഷൻ അടിച്ച് വീടിൻ്റെ ഉമ്മർത്ത് നോക്കി നിൽക്കുന്നത് കണ്ട് നമ്മുടെ മഞ്ചാടി വന്ന് ചോദിക്കുന്നുണ്ട്, അമ്പിളി ചേച്ചി ദാസ് സാറിൻ്റെ വീട്ടിൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും, ദാസങ്ങളുടെ വീട്ടിൽ, അതിന് ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇല്ല, ഒന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അവരെത്തുകയും ചെയ്തിട്ടോ. അമ്പിളിയുടെ മനസ്സിലുള്ള കരടൊക്കെ നീങ്ങിയെന്ന് അറിയുമ്പോൾ നമ്മുടെ ചിലങ്കയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ വിനയനെ അവൻ്റെ അമ്മയും അമ്മാവനും ചേർന്ന് ഉപദേശിക്കുകയാണ് കേട്ടോ. എടാ, നിൻ്റെ ഭാര്യ ചീരു അവൾ പാവാണ്, അവളെ നീ ഇനിയും ഉപദ്രവിക്കരുത്. അതുകൊണ്ട് തന്നെ നീ അവിടെ പോയിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് നിർത്ത്. നീ തൽക്കാലം അവൾക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും കൊടുക്കുക വേണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പം തന്നെ വിനയം പറയാം, അമ്മ നോക്കിക്കോ, ചീരുവിന് എപ്പോഴും എന്നോട് സ്നേഹമുണ്ട്, അവൾ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. അങ്ങനെ എനിക്ക് അവളുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ തോന്നിയത്. നീ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെയാണ് നമ്മുടെ ചിലങ്കയും അതേപോലെ തന്നെ അനന്തമാഷും കൂടി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അത് കണ്ടതും വിനയൻ ചാടി എഴുന്നേക്കുണ്ടോ. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചീരു ഇങ്ങോട്ട് വരുമെന്ന്. ഇപ്പം എന്തായി? സത്യ, എന്നാലും ഇത് വീണ്ടും തിരിച്ചു വരാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദിയൊക്കെ പറയാം കേട്ടോ ചീരുവിനും അനന്തമാഷിനും ഒക്കെ. അപ്പോൾ അനന്തമാഷി പറയാണ്, നീയേ ഇവൾക്ക് വേണ്ടിയിട്ടും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടും അവരെ ശ്രദ്ധയോടെ നോക്കാനും വേണ്ടിയിട്ടുമൊക്കെ രഘുവിനോട് പറഞ്ഞ് വഴക്കുണ്ടാക്കിയല്ലോ. അതെല്ലാം കണ്ടിട്ടാണ് എൻ്റെ മോള് മനസ്സ് മാറി വന്നിരിക്കുന്നത്. പക്ഷേ നീ അവൾക്ക് ചില വാക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ അവളെ നല്ലപോലെ നോക്കും, എൻ്റെ ഉള്ളം കൈ കൊണ്ടിടക്കുന്നൊക്കെ വിനയം പറയാം കേട്ടോ. എന്നാൽ വിനയേട്ടൻ എനിക്കൊരു വാക്ക് തരണം എന്ന് പറയാം കേട്ടോ. എന്താ ചിരു, എന്ത് വാക്കാണ് ഞാൻ നിനക്ക് തരേണ്ടത്? നമുക്ക് ജനിക്കുന്നത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും വിനയേട്ടൻ എന്നെയും മക്കളെ ഉപേക്ഷിച്ച് ഇനി പോവില്ല എന്ന് എനിക്ക് വാക്ക് തരണം എന്ന് പറയാം കേട്ടോ, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്. അത് കേട്ടതും പെട്ടെന്ന് തന്നെ വാക്ക് കൊടുക്കാൻ പോയ വിനയം കൈ മാറ്റുകയാണ് കേട്ടോ. എന്താ ചിരു, നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമുക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്ന് ഉറപ്പല്ലേ?
പക്ഷേ എനിക്ക് ഉറപ്പില്ല, ഞാനല്ലേ അമ്മ, എൻ്റെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ചീരു പറയാം കേട്ടോ. ഇല്ല ചീരു, ഒരിക്കലും ഇല്ല, നിൻ്റെ വയറ്റിലുള്ളത് ആൺകുഞ്ഞ് തന്നെയാണ്. അമ്മ വാ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാം കേട്ടോ. ഇത് കേട്ട് അനന്തമാഷി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, പക്ഷേ അഥവാ അതൊരു പെൺകുഞ്ഞായാലും നീ ഇനി ചീരുവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോയില്ലെന്നുള്ള ഉറപ്പാ ചീരുമോൾ ചോദിക്കുന്നതെന്ന് അനന്തമാഷും പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ചീരുവിന് കൊടുക്കാൻ പറയുകയാണ് കേട്ടോ. അമ്മയും അതേപോലെ തന്നെ വിനയൻ്റെ അമ്മാവനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വിനയൻ തയ്യാറാവുന്നില്ല കേട്ടോ. ചീരു ആണെങ്കിലും വിനയേട്ടന് കഴിയില്ല അല്ലേ, ഈ മനസ്സ് മുഴുവനെ പെൺകുട്ടികളോട് ഇപ്പോഴും വെറുപ്പാ. ഇന്നാൾ വിനയേട്ടൻ വന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കാണാനൊക്കെ വന്നിരുന്നല്ലോ. വളരെ സ്നേഹത്തോടെയാണല്ലോ അന്ന് പെരുമാറിയത്. അതൊക്കെ വിനയൻ്റെ അമ്മയും അമ്മാവനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എന്താടാ നിനക്ക് സ്നേഹം ഇല്ലേന്ന് ചോദിക്കാം കേട്ടോ. 2 പെൺകുഞ്ഞുങ്ങളെ എനിക്ക് ഓൾറെഡി ഉണ്ട്, അടുത്തതൊരു ആൺകുഞ്ഞാണെന്ന് എനിക്ക് ആഗ്രഹിച്ചൂടെ, ആഗ്രഹിക്കുന്നത് തെറ്റുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ചീരും പറഞ്ഞു, ആഗ്രഹിക്കുന്നത് തെറ്റില്ല, പക്ഷേ അഥവാ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് വിനയൻ്റെ തീരുമാനം, അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് നമ്മുടെ ചിലങ്ക പറയാം കേട്ടോ. അനന്തമാഷും ചോദിക്കാം കേട്ടോ, നിൻ്റെ തീരുമാനം എന്താണെന്ന് നീ പറഞ്ഞോ. നിനക്കിപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ മോക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീയും എൻ്റെ ചീരുമോളും തമ്മിലൊരു ജീവിതം ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടെന്ന് കൂടി അനന്തമാഷ് പറയാം കേട്ടോ. ഉടനെ തന്നെ നമ്മുടെ വിനയൻ ചിലങ്കയെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ പുറത്തേക്ക്. വിനയൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിനയന് മാത്രമേ അറിയത്തുള്ളൂ. വിനയൻ്റെ ഉള്ളിലുള്ള സൈക്കോ പുറത്തിറങ്ങിയോ നമുക്ക് കണ്ടറിയാം. വീണ്ടും അടുത്ത കിടലൻ വീഡിയോയിൽ നമുക്ക് കാണാം നമ്മുടെ അനുപമ എങ്ങനെയാണ് സുശീലയ്ക്ക് തിരിച്ചടി കൊടുക്കുന്നതെന്നുള്ളതും കണ്ടറിയാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.